ഹായ് കൂട്ടുകാരെ, ആഷ്ന വ്ളോഗിൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേദറ മീൻ കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം എണ്ണ ഒഴിച്ചു, അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം കേട്ടോ. അതിന് ഞാൻ എടുക്കുന്നത് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ആദ്യം ഇട്ടത്. രണ്ടാമത് ഇട്ടത് നമ്മുടെ സാധാ നോർമൽ മുളക് പൊടി 1.5 സ്പൂൺ. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അരപ്പ് മൂക്കുന്ന വരെ നമ്മൾ ഇളക്കണം. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായ നിങ്ങൾ എത്ര മീനാണോ എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച പുളിയില്ലേ, കുടംപുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ കുടംപുളി കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമായ വെള്ളം നമ്മൾ എടുത്തതിന് ശേഷം നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് എന്നിട്ട് പിന്നെ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ കൂടെ ഇട്ട് കൊടുക്കാം. കേദറ മീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ശരിക്കും ആദ്യമായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉലുവ ചേർക്കണം. ഞാനത് വിട്ടുപോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ലാസ്റ്റാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഉലുവ പൊടിയാണുള്ളതെങ്കിൽ അതിട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യമായ ഉപ്പ് ചേർക്കാനും മറന്നു പോകരുത്. ഞാനിവിടെ 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് ഇപ്രാവശ്യം എൻ്റെ മമ്മി തന്ന കുടംപുളി വളരെ ചെറിയ കുടംപുളിയാണേ. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ വലുതായിരുന്നു, ഇപ്രാവശ്യം വളരെ ചെറുതാണ് കിട്ടിയത്. അപ്പോൾ എന്നാലും അത് നല്ല പുളിയുള്ളൊരു പുളിയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് മീൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കടുക് വറുത്ത് ഒഴിച്ച് കൊടുക്കാം. അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം. ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് കടുകും അതിനോട് കൂടെ ഉലുവയും ചേർത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ നല്ല പോലെ ഇട്ട് അത് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.